Hi, Namaste, welcome back to my channel WinTrader. Intraday trading മാത്രമല്ല swing trading, scalping നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് NSE മാർക്കറ്റ് കിട്ടും, MCX കിട്ടും, ഓപ്ഷൻസ് കിട്ടും, അതേപോലെ ക്രിപ്റ്റോ കിട്ടും, അങ്ങനെ കംപ്ലീറ്റ് മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ സപ്പോർട്ടാണ്. അപ്പോൾ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗിൽ നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല 30 minutes ടൈം ഫ്രെയിമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1 weekലൊക്കെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ ഈസി ആയിട്ട് സ്വിംഗ് ട്രേഡിങ്ങിലൂടെ സാധിക്കും. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ സ്വിംഗ് ട്രേഡിംഗിൽ വർക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ ലൈവായിട്ട് കാണിച്ചത്. ഇപ്പോൾ LNTയുടെ ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ LNTയിൽ നമുക്ക് ഈ 1 weekൽ വന്ന പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഇത് LNT നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നല്ല ഡൗൺ ആയിരുന്നു. ഇപ്പോൾ ഈ ആഴ്ച നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ബൈ വന്നിരിക്കുന്നത് നമുക്ക് 28th. അപ്പോൾ അത് ഏത് സമയത്ത് വന്നിരിക്കുന്നത് മേളിൽ കൊടുത്തിട്ടുണ്ട്. അതിന് എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ടാർഗറ്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 295 പോയിന്റ്സോളം നമുക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 3 ടാർഗറ്റ് അടിച്ച കേസാണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ സിഗ്നൽ തന്ന സമയത്ത് കൺഫേംഡ് അല്ല, എന്ന കൺഫർമേഷൻ വന്ന് കയറി നല്ല പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 338കളിലാണ് നമ്മൾ പോർഷൻ എടുത്തത്. അപ്പോൾ അവിടുന്ന് നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുവരെ കൺഫേം അല്ലായിരുന്നു. അപ്പോൾ സിഗ്നൽ വന്നിട്ടുണ്ടെങ്കിലും അവിടെ സൈഡ് വേസ് പോലെ കാണിച്ചത് മാർക്കറ്റ് തിരിച്ചിറങ്ങിയിട്ടാണ് പിന്നെ കയറിയിരിക്കുന്നത്. അപ്പോൾ കൺഫർമേഷൻ കിട്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് 295 പോയിന്റ്സോളം നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എങ്ങനെ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് സിഗ്നൽ എടുക്കാം എന്നുള്ള പറഞ്ഞില്ല. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പ് വന്ന സിഗ്നൽ നോക്കുകയാണെങ്കിൽ സെല്ലായിരുന്നു. സെല്ല് വന്ന സമയത്ത് തന്നെ കൺഫർമേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സെല്ല് സിഗ്നൽ വന്നു, ക്യാൻഡിൽ കളർ റെഡായി, താഴെ റെഡ് വന്നു, സപ്പോർട്ട് അടിച്ചു, താട്ടിറങ്ങി. അപ്പോൾ നല്ലൊരു റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇതിന് മുമ്പും നമുക്ക് LNTക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനു മുമ്പും നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു സ്റ്റോക്ക് തന്നെയാണ്. നമുക്ക് ആക്ച്വലി നല്ലൊരു റിട്ടേൺസ് നമുക്ക് കിട്ടുന്ന സ്റ്റോക്കാണ്. ഇപ്പം നമുക്ക് പുറകിലേക്ക് പെർഫോമൻസ് നോക്കിയാൽ നന്നായിട്ട് ഒരു അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും ഇതിന് മുമ്പ് നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചില സിഗ്നലൊക്കെ വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് പോകും. അപ്പോൾ ഇതുപോലത്തെ സിഗ്നലൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സിഗ്നൽ കൺഫേം ആയ ശേഷം ആ സപ്പോർട്ട് അല്ല റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്പോൾ ആ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ ആണ്. അപ്പോൾ അത് ഡബിൾ ആക്യുറസി ആണ്. അപ്പോൾ ആ ഒരു ലെവല് പിടിച്ച് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആക്യുറസി ലെവല് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടും ഒരു ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ലേറ്റസ്റ്റ് സ്ട്രാറ്റജി നമ്മൾ സെറ്റ് ചെയ്യും. ലേറ്റസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയാൻ കാരണം ഇതിന് മുമ്പ് 8 സ്ട്രാറ്റജി നമുക്കുണ്ട്. വിൻട്രയുടെ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത് 2009ലാണ്. അപ്പോൾ അത് തുടങ്ങി ഇതുവരെ 8ാമത്തെ സ്ട്രാറ്റജി വരെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ സ്കാനറും ഉണ്ട്. സ്കാനറിന്റെ പ്രത്യേകത നമ്മുടെ സോഫ്റ്റ്വെയറിൽ, അതായത് നല്ല നല്ല സ്റ്റോക്കുകൾ, ഇപ്പം നമുക്ക് നല്ലൊരു പെർഫോമൻസ് വരുന്ന സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് കറക്റ്റ് മനസ്സിലാക്കി ട്രേഡ് ചെയ്യാനായിട്ട് സ്കാനർ സെറ്റ് ചെയ്താൽ ഇപ്പം ഏത് സ്റ്റോക്കിൽ മോർണിംഗിൽ നമുക്ക് പിക്ക് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ഇപ്പം നമുക്ക് പെർഫോമൻസ് വരുന്ന സ്റ്റോക്കുകൾ ഇപ്പം ഒരു വാച്ച് ലിസ്റ്റ് ഒരു 20-25 സ്റ്റോക്കുകൾ, ഇപ്പം 75 വരെ ആഡാണ്. പക്ഷെ അത്രയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 20-25 സ്റ്റോക്ക് മാക്സ്. അപ്പോൾ എല്ലാം കൂടെ പിക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ട. നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള 20 സ്റ്റോക്കുകൾ നമുക്ക് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് തന്നെ പെർഫോമൻസ് നോക്കിയാൽ നമുക്ക് നന്നായിട്ട് നമുക്ക് ഏത് പെർഫോമൻസ് രാവിലെ വരുന്ന സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പം എല്ലാം കൂടെ നോക്കണ്ടെന്ന് പറയാൻ കാരണം ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഏത് സ്റ്റോക്കിലൊക്കെ ട്രേഡ് ചെയ്യുന്ന കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം ഇപ്പം അഡാനി പോർട്സ്, എന്റർപ്രൈസ്, മാരുതി, LNT, ഇൻഫോസിസ്, അതേപോലെ തന്നെ നമുക്ക് ബജാജ് ഓട്ടോ, ബജാജ് ഫിനാൻസ്, പിന്നെ RVNL, IRFC, അങ്ങനത്തെ കുറേ സ്റ്റോക്കുകൾ നമുക്ക് ഡെയിലി പെർഫോമൻസ് വരുന്നുണ്ട്. അപ്പം അതുപോലത്തെ സ്റ്റോക്കുകൾ മാത്രം ആവശ്യത്തിലേക്ക് പെടുത്താൻ ശ്രമിക്കുക. അതിൽ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ദിവസം സൈഡ് വേസ്, ഇപ്പോൾ മാർക്കറ്റ് 5 days ട്രേഡിംഗ് ഉണ്ടെങ്കിൽ നമുക്കൊരു 4 days മാർക്കറ്റ് നല്ല പ്രോഫിറ്റ് വന്നിട്ട് ഇപ്പോൾ ഒരു ദിവസമൊക്കെ സൈഡ് വേസ്, ആ സൈഡ് വേസ് മാർക്ക് 1-2 ദിവസം സൈഡ് വേസ് വന്നു കഴിഞ്ഞാലും നമുക്ക് ആ റിവേഴ്സ് പോകുന്നത് നമുക്ക് ലോസ് ലിമിറ്റ് ചെയ്യാൻ വളരെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിപ്പുലേറ്റ് ആയിട്ട് സ്റ്റോക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കും. അതേപോലെ നമുക്ക് ഇതേപോലെ പെർഫോമൻസ് വരുന്നത് ഇപ്പം നമുക്ക് ഇതേപോലെ പെർഫോമൻസ് നമുക്ക് കഴിഞ്ഞ പോലെ നമുക്ക് ലൈവിൽ നമ്മൾ കാണിച്ചു കൊടുക്കും നമുക്കിത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ഇതേപോലത്തെ മാർക്കറ്റിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ എളുപ്പമാണ്. രാവിലെ പെർഫോമൻസ് വരുന്ന സ്റ്റോക്കിൽ തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കിൽ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നമുക്ക് പെർഫോമൻസ് വിളിച്ചത്. അപ്പം നമുക്ക് ഒരു മന്ത്ലി നമുക്ക് റിട്ടേൺസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിട്ടേൺസ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. ഓക്കെ.